ഹലോ വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ ആൻഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കുന്നപ്പുള്ളിക്കാവ് ഭഗവതി, അതായത് ഞങ്ങളുടെ തട്ടകത്തമ്മയാണ് കുന്നപ്പുള്ളിക്കാവ് ഭഗവതി എന്ന് പറയുന്നത്. സോ അവിടെ നിന്നും പറയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരികയാണ് കേട്ടോ. വെളിച്ചപ്പാടാണ് നമ്മൾ വരുന്നത്. അപ്പം എല്ലാ വർഷവും അവർ വന്ന് പറയെടുത്തിട്ട് പോവുക എന്ന് പറയും. പറയെടുക്കുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമുക്ക് ഒരു പറ നെല്ല് കൊടുക്കുക. കർഷകരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നെല്ലും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു തുക നമ്മളവർക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ വന്ന് അവരത് കളക്ട് ചെയ്തിട്ട് പോകും. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക അനുഗ്രഹവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കുളിച്ച് അടിച്ച് തുടച്ച് കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലാണ് വിളക്ക് വയ്ക്കുന്നത്. വിളക്കൊക്കെ നമ്മൾ നല്ല അലങ്കരിച്ചിട്ടാണ് വയ്ക്കുക. കാരണം ദൈവം നമ്മുടെ വീട്ടിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് വേണമല്ലോ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിളക്ക് കൊളുത്തി ചന്ദനത്തിരിയൊക്കെ വെച്ച് അതിനുള്ള പൈസയും അതുപോലെ തന്നെ നേദ്യത്തിന് വേണ്ടിയിട്ട് ഒരു നാഴി പച്ചരി നമ്മൾ കൊടുക്കും കേട്ടോ. അവിടെ നേദ്യം വെക്കുന്ന ആ ഒരു ചടങ്ങും കൂടി ഉണ്ട്. അപ്പോൾ ഇതേ വെളിച്ചപ്പാടൊക്കെ വന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ. വെളിച്ചപ്പാടിൻ്റെ കുറച്ച് അരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്കത് വീടിന് അകത്തൊക്കെ എറിഞ്ഞ് അവർ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നമ്മൾ വാൾപ്പണം വെക്കണം കേട്ടോ. വാൾപ്പണം അവരുടെ വാളിൽ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് നമ്മൾക്ക് അനുഗ്രഹമൊക്കെ ചൊരിഞ്ഞിട്ടാണ് അവർ പോവുക. അവർ ഇവിടുത്തെ ഒരുപാട് വീടുകളിൽ എല്ലാ വീടുകളിലും കയറേണ്ടതായതുകൊണ്ട് തന്നെ അവർ വേഗം വന്ന് വേഗം പോവാണ് കേട്ടോ ചെയ്യുക. ഒരു 3 മിനിറ്റ് പോലും ഒരു വീട്ടിൽ സ്പെൻഡ് ചെയ്യില്ല. കാരണം വേഗം വന്ന് അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പോകും കേട്ടോ. നമ്മളുടെ ഈ വീട്ടിൽ മാത്രമല്ല അപ്പുറത്തെ വീട്ടിലും നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. 2 വീട്ടിലും ചെയ്യണം എന്നാണല്ലോ. അപ്പം അങ്ങനെ അവർ വന്ന് പോകുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും നടത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ പറയെടുക്കൽ എന്ന് പറയുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെ വീട്ടിലും വരും. നമ്മളാൽ കഴിയുന്നത് എന്താണോ അതവർ സ്വീകരിക്കും കേട്ടോ. അത് നെല്ലാണെങ്കിലും ശരി, പൈസയാണെങ്കിലും ശരി, അത് എത്ര രൂപയാണെങ്കിലും, അതായത് കുറഞ്ഞ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും കൂടിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും അവരത് സ്വീകരിച്ചോളൂ കേട്ടോ. അപ്പം അവരുടെ കൂടെ കുറച്ച് വിളക്ക് പിടിക്കാനും അതുപോലെ അരി പിടിക്കാനും ഒക്കെ ആൾക്കാർ വരും കേട്ടോ. അപ്പം ഈ നെല്ല് നമ്മൾ വീട്ടിലൊക്കെ എറിഞ്ഞിട്ടാണ് പോവുക. അത് നമ്മൾ ചൂല് കൊണ്ടൊന്നും അടിക്കാതെ കൈ കൊണ്ടൊക്കെ അല്ലെങ്കിൽ തുണി കൊണ്ടൊക്കെ ഒതുക്കി അതെടുത്തിട്ട് നമുക്ക് മെയിനാണ് ഞങ്ങൾ കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്